ഈ പള്ളിക്ക് വേണ്ടി വല്ലാതെ സംഭാവന ചെയ്തവരും സ്നേഹിക്കുന്നവരുമാണ് റബ്ബേ. സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം തീർത്തവരാണ് റബ്ബേ. സ്വീകരിക്കണേ റബ്ബേ. അവരെല്ലാം നീ ഒരു ഐക്യം നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മൈക്കിന് വേണ്ടി 2 ദിവസം ഇതിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ ഈ മൈക്കിന്റെ ശബ്ദവും അതുപോലെ എല്ലാം നല്ല രീതിയിൽ നൽകിയ ആ സഹോദര പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഹിദായത്തിന്റെ വെളിച്ചം ആ ജീവിതത്തിൽ നീ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവയോട് ഒരുമിച്ച് കൂടിയവര്, ഹദിയ ചെയ്തവര്, അതാ മേളത്തിൽ പങ്കെടുത്തവര്, ഇന്നലെ പങ്കെടുത്തവര്, ഇന്നലെ ഇവിടെ പങ്കെടുത്തവര്, ഇവിടെ പങ്കെടുത്ത കുട്ടികള്, ഈ മദ്രസയിൽ പങ്കെടുത്തവര്, ഈ മദ്രസയിൽ പങ്കെടുത്ത് വിജയിച്ചവര്, വിജയിക്കാത്തവര്, അടുത്ത കൊല്ലം നല്ല രീതിയിൽ ഉഷാറാകേണ്ടവര് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പ്രവാചകന്റെ അനുഗ്രഹത്തിന്റെ രാവാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരു മാസക്കാലം മുഴുവനും പ്രവാചക സ്നേഹമാണ്. അതിന് അത് മലബാറിന്റെ മണ്ണിൽ വിരിവാകും വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 12 അവസാനിപ്പിച്ചെങ്കിലും അല്ലാഹുവിന്റെ ബറക്കത്തുള്ള ദിവസമാണ്, ദുആ-ഇജാബത്തുള്ള സമയങ്ങളാണ്. സ്വീകരിക്കണേ അല്ലാ. ഈ നാട്ടിന് സേവമാനായ നൗഫൽ ജോലി ഉസ്താദിനെ സ്വീകരിക്കണേ. അതുപോലെ നേരത്തെ പ്രസംഗിച്ചു പോയ മേമല ഇമാം അവരെ വിളിക്കണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മുനീർ, ആസിഫ്, അതുപോലെ സഹായിച്ചൊരുമിച്ച് കൂടിയവർ, ഇവിടെ പ്രഭാഷണം കേൾക്കാൻ വന്ന നമ്മുടെ സുഹൃത്തുക്കള്, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവിടെ ജീവിതങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. സന്താനമില്ലാത്തവർക്ക് സന്താനം കൊടുക്കണേ അല്ലാ. ജീവിതമില്ലാതെ വിഷമിക്കപ്പെടുന്നവർക്ക് അർഹമായ വധുവിനെയും, അതുപോലെ വധുവിനെ കിട്ടാതെ വരനെ കിട്ടാതെ വിഷമിക്കുന്ന വധു, വരനെ കിട്ടാതെ വിഷമിക്കുന്ന വധുവിനെയും നീ എല്ലാവരെയും നീ അർഹമായ ഇടയും തുണയും ഒക്കെ നൽകണേ അല്ലാ. ഈ സ്ഥലത്ത് നീ ഉയർത്തണേ അല്ലാ. പടിപടിയായി നീ ഉയർത്തണേ റഹ്മാനേ. ഈ നാട്ടിലുള്ള എല്ലാ യുവാക്കളെയും യുവതിമാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒരുമിച്ച് കൂടിയവരെയും ഭക്ഷണം കൊടുത്തവരെയും വെള്ളം കൊടുത്തവരെയും സ്നേഹിച്ചവരെയും എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ.